ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഈസി ചിക്കൻ ഫ്രൈ ആണ്. ഈ ഫ്രൈക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1 സ്പൂൺ ഓയിലാണ് ഞാൻ അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനും പോകുന്നത്. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുന്നേ ആദ്യമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 500 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കിനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഞാനതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. മുളക് പൊടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ തൈര്, ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾക്കിത് നന്നായി എല്ലായിടത്തേക്കും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു സ്പൂണോളം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോട് ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു 20 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് ഓയിലൊന്നും വേറെ യൂസ് ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ്റെ വെള്ളമാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ടതിന് ശേഷം ഞാനിതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡ് ഇതേപോലെ മറിച്ചും തിരിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അധികം ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.